നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണേ. ഓക്കെ, അല്ലെങ്കിൽ ഞാനിവിടെ ജീവിച്ചിരിക്കാൻ കാരണമായ ആ ഒരു വ്യവസ്ഥയെ നമ്മളല്ല ആരൊക്കെയോ ദൈവമെന്നും അല്ലെങ്കിൽ പ്രപഞ്ചമെന്നും പല പേരുകളിൽ ഇട്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എക്സിസ്റ്റ് ഇരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കാനുള്ള കാരണം, അതിനെ ഒരു പേരിലും ആർക്കും വിളിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഏത് ഷേപ്പിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും അത് എല്ലാവരിലും ഒരുപോലെയാണ് പ്രവർത്തിക്കണമെന്നുള്ളത് കോമൺ സെൻസാണ്. അല്ലാതെ ഖുർആനിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, റേസിസം പാടില്ല, ബൈബിളിൽ പാടില്ല, ഇതൊന്നും ആർക്കും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ആർക്കും അവനവനിൽ അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഈ റേസിസം ഇല്ലാതെ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കണ ആ അവസ്ഥ നമുക്ക് ഒരിക്കലെങ്കിലും കാണാൻ പറ്റണം, അല്ലെങ്കിൽ അറിയാൻ പറ്റണം. ഞാൻ ജീവിക്കേണ്ടത് ഇങ്ങനെയാണ്, അല്ലാതെ എൻ്റെ കളറിലോ പിന്നെ എൻ്റെ ലുക്കിലോ എൻ്റെ ബാങ്കിലെ അക്കൗണ്ടിലോ ഞാൻ ഇന്ന ജാതിയാണോ, നായരാണോ, നമ്പൂതിരിയാണോ, അല്ലെങ്കിൽ തങ്ങളാണോ, നവാബാണോ, ഇതിൽ യാതൊരു കാര്യവുമില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന വിഡ്ഢികളായ ആളുകൾ അവർക്ക് കൊടുത്തൊരു പെഡിഗ്രിയാണ്. മനസ്സിലായോ? അതായത് ഞാൻ ഇന്ന കുടുംബത്തിലാണെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആ കുടുംബം ഗുരു പരമ്പരയായാലും അല്ലെങ്കിൽ ബ്രാഹ്മണ പരമ്പരയായാലും ഇനി പ്രസിഡന്റുമാരുടെ പരമ്പരയായാലും എന്താ അവിടെ ചെയ്യാനുള്ളത്? എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അവനവൻ്റെ ഉള്ളിൽ ആ അംഗീകാരം വരുമ്പം, അല്ലെങ്കിൽ ആ അക്സെപ്റ്റ് ചെയ്യുമ്പം, ഇതെല്ലാം ഒരുപോലെയാണ് പ്രവർത്തിക്കണമെന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പം അവനവനിലുള്ള കപ്പാസിറ്റിയാണ് തെളിഞ്ഞു വരുന്നത്. മറ്റത് ഞാൻ എന്നും ബുദ്ധിമുട്ടിലാണ്, എന്നേക്കാൾ മെച്ചപ്പെട്ട ഒരുപാട് അവസ്ഥ നമ്മൾ മറ്റു പലരിലും കാണുന്നുണ്ട്. പക്ഷെ ആ കാഴ്ചക്ക് നമ്മൾ സ്ഥാനം കൊടുക്കണം. അവരിതെല്ലാം ചെയ്തിട്ടും ഈ പറയുന്ന സമ്പാദ്യങ്ങളും ഈ പറയുന്ന സ്വത്തുക്കളും ഈ പറയുന്ന പേരും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും എന്താണ് അവർക്കും ചെയ്യാനുള്ളത്? സ്വസ്ഥമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് പരിശോധിച്ച്, എന്തിനാണ് പ്രവൃത്തിയെ പരിശോധിക്കുന്നത്? ഇപ്പം നമ്മൾ നടക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ എത്തുന്നത് വരെ നമ്മുടെ ശരീരം ആക്ട് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? പോണ പോക്കിൽ കംപ്ലീറ്റ് നമ്മൾ ശ്രദ്ധിക്കാതെ അവിടെ എത്തുമ്പോൾ മനസ്സിലായ, അല്ലെങ്കിൽ അവിടെ എത്തി രക്ഷപ്പെട്ട് നടന്ന് കുഴങ്ങി. ഈ സാധനമാണ് നമ്മൾ ഡെലിവറി ചെയ്യുക. മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ചില പ്രവൃത്തികളാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തിയിൽ നമുക്ക് ഫോക്കസ് ഉണ്ട്. ഇപ്പോൾ കളിക്കുകയാണെങ്കിൽ അതിൽ ആ ഫുൾ ടൈം നമുക്ക് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതുകൊണ്ട് അത് കളിയായിട്ട് മാറി. മറ്റതിനെ നമ്മൾ പേരിട്ട് കൊടുത്ത് ജോലി, ഇതെല്ലാം മറ്റു പലരുമാണ് ഈ പേരുകളിട്ട്, നമ്മളല്ല. നമ്മളെ സംബന്ധിച്ച് ഈ ചായ ഞാൻ കുടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കല്ല് ഉയർത്തുമ്പോഴും എൻ്റെ ഈ കൈകളാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായ? ഇത് പ്രവർത്തിച്ചിട്ട് വേറൊരു റിസൾട്ട് ആർക്കും കിട്ടാനില്ല. ഇവിടെ വന്ന് ബ്ലാ 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 പറയുമ്പോഴും നിങ്ങൾ പ്രത്യേകം ഇരുന്നിട്ട് ആയത്തുൽ കുർസി ഓതുമ്പോഴും അല്ലെങ്കിൽ ശ്ലോകങ്ങൾ ചെല്ലുമ്പോഴും സംസ്കൃത ശ്ലോകങ്ങൾ ചെല്ലുമ്പോഴും നിങ്ങളിലുള്ള സെൻസ്, അല്ലെങ്കിൽ ഞാൻ ഈ കുടിക്കുന്ന ചായ അല്ലെങ്കിൽ ഈ ചായയുടെ ഈ ചൂട് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. ഇന്നിപ്പോൾ പറ്റൂല, കാരണം എന്താ? ഇതിന് കപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കല്ലായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ കപ്പ് പിടിക്കുമ്പോൾ കറക്റ്റ് ഒരു വിരലിട്ടിട്ട് ഇതിങ്ങനെ പിടിക്കണം. പറ്റുവാണെങ്കിൽ 2 കൈ കൊണ്ടും പിടിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫീൽ ദാറ്റ് വാംത്ത്. മനസ്സിലായ? അല്ലാതെ കാപ്പിൻ്റെ ടേസ്റ്റ്, ചായൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കുടിക്കുന്നിടത്ത് മാത്രമല്ല, ഹൗ വെൽ വി ക്യാൻ ആക്ടിവേറ്റ് അവർ സെൽഫ്. ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ഈ ശരീരത്തെ
ഉതകുന്ന രീതിയിൽ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് ഈ ശരീരം പ്രവർത്തിക്കാനുള്ള കാരണം ചുറ്റുപാടിൽ നിന്നല്ല എന്നുള്ള ഭാഗം നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത്. വളരെ സിമ്പിളാണ്. കാരണം ആരും ഒന്നും കണ്ടുപിടിക്കാനില്ല, ആരും തങ്ങളുപ്പാപ്പന്മാരാവാനില്ല, ആരും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞിട്ട് ആർക്കും ആവാൻ പറ്റില്ല. അവനവനിൽ പ്രവർത്തിക്കുന്ന ഈ ശക്തിയെ ഓരോരുത്തരും തിരിച്ചറിയുമ്പം ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കാനുള്ള കാരണമെന്ന് അവനവനിലൂടെ അറിയുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇത് നമ്മളെക്കാൾ നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഡാറ്റകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, അതായത് നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റു പല കണ്ടുപിടുത്തങ്ങൾക്കും കൊടുത്ത്, അതുകൊണ്ട് തന്നെ ഈ കണ്ടുപിടുത്തങ്ങളെ പുറകെ നമ്മൾ പോയി. നമുക്ക് വേണ്ടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ മനുഷ്യൻ മതവും ജാതിയും കൂട്ടായ്മയും കുടുംബവും എല്ലാം ഉണ്ടാക്കി. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ കുടുംബം എന്ന് പറയുന്ന ലേബലിൽ സ്റ്റക്കായി. ഒരു മതമുണ്ടെങ്കിൽ ഈ മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പടയാളിയായിട്ട് അവൻ മാറി. മതത്തിന് ജീവനില്ല, കുടുംബത്തിന് ജീവനില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ജീവനില്ല. ജീവനുള്ളത് ഈ കൂടുമ്പോൾ അത് കുടുംബമാവണത് എങ്ങനെയാണ്? സമൂഹം എന്ന് പറയുമ്പം കുറേ ആളുകൾ ഒരുമിക്കുമ്പം അത് സമൂഹമാവണമെങ്കിൽ ആ സമൂഹത്തിലുള്ള എല്ലാവരും ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, അത് പ്രസ്ഥാനമാവണത് എപ്പോഴാണ്? ശരീരവും മനസ്സും ഒന്നായിട്ട് ആ ഒരുമയിൽ ആൾക്കാർ നിൽക്കുമ്പോഴാണ്. അവിടെ എല്ലാവരും വാശിയും വൈരാഗ്യം എന്തുകൊണ്ടാണ്? അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധി എന്ന് പറയുന്നത് ഞാൻ ഇത്രയും കാലം ജീവിച്ചു വന്ന അവസ്ഥയിൽ ഞാൻ അക്യുമുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമാക്കിയതാണ് എൻ്റെ ബുദ്ധി. അതിലെങ്ങനെയായാലും വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അതിലാർക്കും ഒരുമിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മതങ്ങളും ജാതികളും ഒരു ബേസ് എടുക്കുന്നത്. ആ ഒരു ബേസ് ഒരു അള്ളാഹു, അല്ലെങ്കിൽ ഒരു ശിവൻ, അല്ലെങ്കിൽ ഒരു ജീസസ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ആ ഒന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒന്നിൽ നിന്ന് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പം ഈ ഒന്നിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ്. അപ്പം ഞാൻ ദൈവം, അല്ലെങ്കിൽ ദൈവം ഇനി എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ആ സൃഷ്ടി എവിടെയോ ഇരുന്ന് എന്നെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അതുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളെയും അറിയാനുള്ള ബന്ധമെന്ന് ഞാൻ തിരിച്ചറിയുമ്പം ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഞാൻ സ്ഥാനം കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. കാരണം അതെൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പുറകെ ഞാൻ പോകുമ്പം എപ്പോഴും അവിടെ ആ സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റിയലായിട്ടുള്ള ഞാൻ ആശ്രയിക്കണ, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കണ ഈ അനുഭവം അവിടെ ഉണ്ട്. അവിടെ ഞാനാണിത് പരിശോധിക്കണത്. അല്ലാതെ ആരെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ഈ അള്ളാഹുവിനെ പറ്റിയുള്ള കുറേ വിശേഷണങ്ങൾ കൊടുത്തിട്ട് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ താങ്ക് യു, സോറി എന്ന് പറയുന്ന കുറേ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുമ്പോഴല്ല, ഒരുപാട് ദൈവങ്ങളെ നമ്മൾ പ്രകീർത്തിക്കുമ്പോഴല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളൊരു പ്രതിഷ്ഠയാക്കിയിട്ട് ഒരു ദേവനെയോ ദേവിയെയോ വെക്കുമ്പോഴല്ല, എന്തിനോടാണോ നമ്മുടെ താല്പര്യം, ആ താല്പര്യം ഇപ്പോൾ ഒരു പട്ടിനോടാണെങ്കിലും ആ പട്ടിയോടുള്ള എൻ്റെ താല്പര്യം, കാരണം ആ പട്ടിയുമായിട്ട് ഞാൻ ആ റാപ്പോയിൽ നിൽക്കുമ്പം, പൂച്ചയുമായിട്ട് ഞാൻ ആ റാപ്പോയിൽ നിൽക്കുമ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത ഉണ്ട്. കാരണം അവിടെ ആ പട്ടി പൂച്ച പ്രവർത്തിക്കുന്നത് ഓൾറെഡി അത് പട്ടിയാണ് പൂച്ചയാണ് എന്നറിയാം. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്തൊരു മിസ്റ്റേക്ക് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ ഞാൻ നിൽക്കുക. കാരണം എന്താ? ഞാൻ ആ പട്ടീൻ്റെ അടുത്തേക്ക് ചെന്നതാണ്. അപ്പോൾ അതിന് എന്നേക്കാൾ മെച്യൂറായിട്ടുള്ള ഒരവസ്ഥ അല്ല അത് കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് അതെന്ത് ചെയ്താലും നമ്മൾ പ്രോഗ്രസ് ചെയ്യണം. നമ്മളെ ശ്രദ്ധിക്കണം. ഒരു കല്ലിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുമ്പോഴും ഒരാളെ നിസ്കരിക്കുമ്പോഴും ഒരു അമ്പലത്തിൽ പോകുമ്പോഴും നമ്മളുമായിട്ട് റെസനേറ്റ് ചെയ്യാണ്. അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കുകയാണ്. മദ്യപിക്കുമ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോഴും ഇതാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ല. കാരണം എല്ലാവരും ഈ അമ്പലത്തിൽ പോകുമ്പോഴുള്ള സുഖം, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോഴുള്ള സുഖം,
അത് മൈൻഡാണ്. നിസ്കരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്ന ആ ഒരു സ്വസ്ഥമായിട്ടുള്ള അവസ്ഥയാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത്. അല്ലാതെ ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആരെങ്കിലും കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് പരാതിയുമില്ല. അപ്പോൾ നമ്മൾ ഒരു വളർത്തു മൃഗവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം നമ്മളിലുള്ള ബലം പിടുത്തം നമ്മൾ മാറ്റുകയാണ്. അതിനെയാണ് സ്നേഹമെന്ന് പറയുന്നത്. പക്ഷെ കൂടെ വീട്ടിലുള്ള മനുഷ്യന്മാരോടും അംഗങ്ങളോടും നമുക്കത് സാധിക്കണില്ല. എന്തുകൊണ്ടാണ്? കാരണം പല വിശ്വാസ പ്രമാണങ്ങളും നമ്മുടെ തലയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എപ്പോഴേക്കോ ജീവിതത്തിൽ നമ്മളിൽ നിന്ന് തെറ്റായിട്ട് നമ്മളിൽ ഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ വിക്റ്റിമാണ്. മനസ്സിലായ? തെറ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ തെറ്റെന്ന് പറയണതോ അന്വേഷിക്കണ മറ്റൊരു വ്യക്തിയില്ല. ഞാൻ എന്നെ തിരിച്ചറിയാതിരിക്കുമ്പം ഞാൻ ചെയ്ത പ്രവൃത്തി അതിൽ എനിക്ക് തുടരാൻ സാധിക്കാത്തപ്പം ഞാൻ അനുഭവിച്ച ആ അവസ്ഥ അതൊരാൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് തെറ്റെന്താണെന്ന് അറിയുള്ളൂ. ഇവിടെ എല്ലാവരും മറ്റുള്ളവരെ തെറ്റ് കണ്ടുപിടിക്കുകയാണ്. എന്തുകൊണ്ടാണ് വേറൊരാൾക്ക് ശരി പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്തത്? കാരണം ആരെ കയ്യിലും ശരിയെന്ന് പറയുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തെറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നന്മ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അതിന് നമ്മൾ സഫർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കുക, ഈ പറയുന്ന ശരിയെ മുറുകെ പിടിച്ച് ഈ പറയുന്ന പാറ്റേണുകൾ ഉണ്ടാക്കി ഈ പറയുന്ന സ്വസ്ഥമായ അവസ്ഥയിൽ ജീവിക്കുന്നെന്ന് പറയുന്ന ഓരോ വിശ്വാസിക്കും ഇല്ലാത്ത രോഗങ്ങളില്ല. പിന്നെ ഉള്ളിൽ ഞാനൊരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര ദൈവം തന്നതാണെന്ന് പറഞ്ഞാലും ഞാൻ ഓരോ നിമിഷവും അതിനെപ്പറ്റി വ്യാകുലനാണ്. അപ്പോൾ ഞാൻ പറയാ ഇതൊക്കെ ദൈവം തന്നതാണ്, പക്ഷെ അനുഭവിക്കുന്നത് എൻ്റെ ശരീരത്തിലാണ്. അതുകൊണ്ട് ഈ പറയുന്ന കഥകൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ ഈ പറയുന്ന മറ്റുള്ളവർ പറയുന്ന വലിയ വലിയ വാക്കുകൾ മഹാന്മാർ, അങ്ങനെ ഒരു മഹാനും ഇല്ല. ഏതോ കാലത്ത് ഏതൊക്കെയോ മഹാത്മാക്കൾ വന്നു പോയിരുന്നു. എന്താ നമുക്ക് ചെയ്യാനുള്ളത്? അത് നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയെങ്കിലും നന്മ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മളിപ്പം ജീവിക്കണ അവസ്ഥയിലല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ അവർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ കുടുംബ പരമ്പര ഗുരു പരമ്പരയാണെന്നും പറഞ്ഞിട്ട് ഇയാൾക്ക് എണീച്ച് നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് എത്രത്തോളം അവനവനുമായിട്ടുള്ള ബന്ധം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി വരുമ്പോൾ, കാരണം ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കി വരണം, ഓൾറെഡി ഇത് വിട്ടുപോയി. അപ്പോൾ ഇത് വിട്ട് തുടങ്ങി ഇതുമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അവിടെയാണ് ജീവിതം തുടങ്ങുന്നത്. വേറെ ഒന്നുമില്ല. നിങ്ങൾ ജീവിക്കാനുള്ള കാരണത്തെ നിങ്ങളറിയുമ്പം കിട്ടുന്നതാണ് ആശ്വാസം. കാരണം ഈ ശരീരം ഇങ്ങനെ രൂപപ്പെട്ട് വരാനൊരു കാരണം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ശരീരം രൂപപ്പെടുത്തിയെടുത്തത് ഒരുപാട് ആൾക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആ ചാഞ്ചാട്ടം. നമ്മളെ ഈ ചവിട്ടി നിൽക്കുന്ന ഭൂമി സ്റ്റേബിളായതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാ വിശ്വാസവും പോകും. ഇത് ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ആദ്യം നേരെ നിൽക്കാനേ നോക്കുള്ളൂ, അല്ലേ? അപ്പോൾ നമ്മളിപ്പം നേരെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണം, അത് മാത്രം നോക്കിയാൽ മതി. ഇത് തുറന്ന് വരും. കാരണം ഇതൊരു പൂ വിടരുന്ന പോലെ, ഒരു മരം നിൽക്കുന്നത് പോലെ, ഒരു പട്ടിയും പൂച്ചയും ജീവിക്കണ പോലെ അത്രയും ഈസിയാണ്. അപ്പോൾ മനുഷ്യൻ പട്ടികളിൽ നിന്നും പൂച്ചകളിൽ നിന്നും വ്യത്യസ്തനാണ്. എന്താ കാര്യം? അതായത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഒരുപാട് ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ട് അവനവനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു സെക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ആ ഒരു സുഖം മാത്രമേ മനുഷ്യൻ അറിഞ്ഞിട്ടുള്ളൂ. കാരണം എന്താ? ഓൾറെഡി അവൻ്റെ ഉള്ളിൽ അത്രയും സങ്കല്പങ്ങളാണ്. സ്വന്തം മാതാവുമായിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു താല്പര്യം വരാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അമ്മയെ പറ്റിയിട്ടുള്ള സങ്കല്പങ്ങൾ ഈ പറയുന്ന എല്ലാ സങ്കല്പത്തിൻ്റെയും മേലെയാണ്.
നമുക്കവിടെ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ നമുക്ക് ആ അമ്മയുമായിട്ടുള്ള ബന്ധമാണ്, മനസ്സിലായോ? ഇന്നിപ്പോൾ അതും അതിൻ്റെ അപ്പുറത്തേക്കും പോയി. കാരണം ആ ക്രമം തെറ്റിക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവരിലും ഉള്ള അമ്മ എന്ന് പറയുന്ന അവസ്ഥ റിച്ചായി നിൽക്കുന്ന ഭാഗത്ത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് ഇന്ന് അതിനേക്കാൾ അപ്പുറത്തുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഈ പിഞ്ചു കുട്ടികളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവർക്ക് അമ്മ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിയാൽ മതി, 20-25 വയസ്സിൻ്റെ ഇടയിൽ മിക്ക ചെക്കന്മാരും ഇന്ന് മദ്യവും മയക്കുമരുന്നിൻ്റെയും പിടിയിലാണ് അമ്മയെ വെട്ടിക്കൊല്ലുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഒരു 35-40 വയസ്സ് വരെ അമ്മയുടെ വില എന്തെന്ന് അറിയുന്ന ഒരു സമൂഹം, 45, 50, 60 അവർക്കൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ താഴോട്ട് വരുന്ന ആൾക്കാർക്ക് ഈ വിശ്വാസ പ്രമാണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഈ അമ്മ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടാണ് അവരിൽ നിന്ന് പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ അമ്മ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ അമ്മ കാണിച്ച കോട്ടങ്ങൾ, അല്ലെങ്കിൽ അമ്മ അച്ഛനെ നിയന്ത്രിക്കുന്ന ഭാഗം, എന്നിട്ട് അച്ഛൻ്റെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ഈ നിയന്ത്രണത്തിൽ പെട്ടുപോയ ഭാഗങ്ങൾ, ഇതെല്ലാം ഈ കുട്ടി കാണില്ലേ? അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ്. ഒരാളുടെ മുന്നിൽ നമുക്ക് അവിടെ അയാളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ വിട്ടുകൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് സ്വർഗം. നമ്മൾ എത്ര കാലമായിട്ട് വെട്ടിപ്പിടിക്കാൻ നോക്കണ്, എത്ര കാലമായിട്ട് മറ്റൊരാളെ താഴെ അണ്ടറിൽ വെക്കാൻ നോക്കണ്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമുക്ക് ഒരാളുമായിട്ട് ഒരുമിച്ചിരിക്കാൻ എന്തെല്ലാം വിട്ടുകൊടുക്കാനുണ്ടോ സത്യസന്ധമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. ആരുമായിട്ടും എത്ര വലിയ മഹാനായിക്കോട്ടെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? കാരണം ഈ മഹാനോ ഈ മഹാത്മാവിനോ ഈ പറയുന്ന ദൈവങ്ങൾക്കോ ഒരാൾക്ക് പോലും നിങ്ങളെ ജീവനോടെ ഇരിക്കുന്ന അവസ്ഥ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് ഇനിയെങ്കിലും തിരിച്ചറിയാം. എന്നിട്ട് വളരെ റിലാക്സ് ആയിട്ട് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് മറ്റൊരാളോട് ചോദിക്കണ്ട, അവനവനോട് ചോദിക്കുക. Am I having the freedom to live? Yes, buddy. അതെൻ്റെ ഭയങ്കര പ്രിയപ്പെട്ടൊരു ബുൾബിളാണ്. കാരണം അതിൻ്റെ ജീവൻ നമ്മൾ രക്ഷിച്ചതിൻ്റെ പേരിൽ അതെന്നും വരും. ഇടക്കിടക്ക് വന്നിട്ട് കളിക്കും, മനസ്സിലായി? നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഈസ് ദർ, അതിൻ്റെ ഗ്രില്ലിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, 2 ആളുണ്ട്. അത്രയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് എല്ലാവരും. അപ്പോൾ സ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമുക്ക് നമ്മളെ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സ്നേഹം. ഒരു വാഴക്ക് അല്ലെങ്കിൽ ഒരു തെങ്ങിന് ആ തെങ്ങായിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അപ്പോഴാണ് അത് തേങ്ങ തരുന്നത്, അല്ലേ? എന്നതുപോലെ ഞാനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ സ്നേഹം എന്താണെന്ന് എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനായിട്ടിരിക്കാൻ തന്നെ പാടുപെടുമ്പം ഞാൻ ആരെ കണ്ടാലും ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ഈ ഞാനായിട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എടുക്കാനേ നോക്കുള്ളൂ. കാരണം അവിടെ ഞാൻ ദാരിദ്ര്യത്തിലാണ്. and I'm rich, then only I can spend, then only I can spread my energy. അപ്പോൾ എല്ലാവരും റിച്ച് ആവണമെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലിയ റിച്ച്നെസ് ഇല്ല. നമ്മൾ കൺക്ലൂഡ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണെന്ന് തീരുമാനമെടുക്കുമ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ നോക്കിയാൽ, കാരണം ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ സമൂഹം ഈ ശാസ്ത്രം ഇത്രയും വളർന്നിട്ട് എവിടെ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നതാണെന്ന് നിങ്ങളെടുത്ത തീരുമാനം എത്രത്തോളം വിഡ്ഢിത്തരമാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കാനുള്ള കാരണം തന്നെയല്ലേ ഞാനിവിടെ ഇരിക്കുന്നതും എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നതും. ഞാൻ സംസാരിച്ചിട്ട് നിങ്ങളെന്ത് മനസ്സിലാക്കേണ്ടതെന്നുള്ള യാതൊരു കാര്യമില്ല. ഞാൻ പറയണ പൊട്ടത്തരം കേട്ടിട്ട് നിങ്ങൾ എന്ത് മനസ്സിലേക്ക് കൊണ്ടുവരണം, അതിനേക്കാൾ അപ്പുറം ഇങ്ങനെ പൊട്ടത്തരം പറയാൻ എനിക്കെങ്ങനെ സാധിക്കും? ഇതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഓൾവേസ് സേ ദ വാഫ്ലിംഗ്, ഓൾവേസ് ബി വിത്ത് യുവർ വാഫ്ലിംഗ്. മനസ്സിലായോ? പൊട്ടത്തരങ്ങൾ പറയാൻ. ബുദ്ധിമാനായി കഴിഞ്ഞാൽ നിങ്ങൾ അടിമയാകും. ബുദ്ധിയില്ലാത്തവനായി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് കാണും. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പം ഈ ശരീരമാണ് ക്ഷീണിക്കുന്നത്. കാരണം അത് ആവശ്യമില്ലാത്തതാണ്. പക്ഷെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ എന്നെ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ രസകരമായിട്ട്, മനസ്സിലായോ? എല്ലാവരുമായിട്ട്. കാരണം എന്തിനാണ് പറയുന്നത്? ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുടുംബത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ
ഈ പറയുന്ന പ്രപഞ്ചമാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ കൂടെയുള്ള ആൾ എന്ത് ചെയ്തോ എന്നുള്ളതല്ല വിഷയം. അയാൾ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് ഞാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സൃഷ്ടിച്ച അവസ്ഥയോട് ചെയ്യുന്ന പൊട്ടത്തരല്ലേ. കാരണം അത് അയാളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് വെച്ചിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്തിനാ പ്രോബ്ലംസ് കൊണ്ടുവരുന്നത്? വൈ ഷുഡ് ഐ ഇൻവൈറ്റ് പ്രോബ്ലം ബിക്കോസ് ഓഫ് സമ്മൺ എൽസ് ഡൂയിങ്സ്? ഒരാവശ്യമില്ല. ഇത് ഭയങ്കര രസമാണ്. ഇതിലൊന്നും മനസ്സിലാക്കാനില്ല. യു ഹാവ് ടു ടേക്ക് ആക്ഷൻ. കാരണം എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആരുമായിട്ടാണോ സംസാരിക്കാനുള്ളത് ആ ക്ലാരിറ്റി സത്യസന്ധമായിട്ട് ഡെലിവറി ചെയ്യുക. ദെൻ ദ ലൈഫ് ഈസ് വിത്ത് യു ആൻഡ് യു സ്റ്റാർട്ട് ലിവിങ് വണ്ടർഫുൾ ലിവിങ്. ദാറ്റ്സ് ഇറ്റ്.